ഹായ് ഓൾ, ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഈ ഒരു ഏപ്രിൽ 12-ാം തീയതി പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ദണ്ഡവിമോചനം അതുപോലെ തന്നെ കടങ്ങളുടെ പുറത്തും കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസത്തൊക്കെ നിങ്ങൾ മാക്സിമം ഒരുങ്ങുക. അതായത് പറ്റുന്നവരൊക്കെ കുമ്പസാരിച്ചൊരുങ്ങുക, പാപങ്ങളൊക്കെ വെറുതെ ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, ഈശോയുടെ ഛായാചിത്രം വണങ്ങിയിട്ട് ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു 33 തവണ ചൊല്ലുക. പിന്നെ നിങ്ങൾ മാർപ്പാപ്പയുടെ നിയോഗപ്രകാരം ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ധൃതസ്തുതിയും ചൊല്ലുക. അപ്പോൾ ഇത്രയും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കടങ്ങളുടെ പുറത്ത് ലഭിക്കുന്നതാണ്. അത് കൂടാണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് ഈ വരുന്ന ഞായറാഴ്ച വരെ ഈ ഒരു പുതിയ ഞായറാഴ്ചയാണ് വരുന്നത്. പുതിയ ഞായറാഴ്ചയും അതുപോലെ തന്നെ ദൈവകരുണയുടെ തിരുനാളും ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 9 ദിവസത്തേക്ക് ദൈവകരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനവും അതുപോലെ തന്നെ കടങ്ങളുടെ പുറത്തെയും സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് നമ്മൾ ഇത്ര ഒരുങ്ങുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കൃപകളും അതുപോലെ തന്നെ ദൈവ പ്രസാദത്തിന്റെ നീർച്ചാറുകളും തുറക്കുന്ന ദിവസമാണ് ഏപ്രിൽ 12. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതൊട്ടും മിസ്സാക്കി കളയരുത്. കാരണം നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മൾ നാളെ ഉണ്ടാകോ ഇല്ലെന്നുള്ളത്. അപ്പോൾ വിശുദ്ധരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്.